ഞാൻ എപ്പോഴൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ വിഡ്രോ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഞാൻ മ്യൂച്വൽ ഫണ്ടുകളിൽ വിഡ്രോ ചെയ്തിട്ടുള്ളത്, അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതൊക്കെ സമയത്ത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നിങ്ങൾ റുപ്പിമംഗിൻ്റെ ഒരു സ്ഥിരം സബ്സ്ക്രൈബർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. അതിൽ മിക്കവാറും വീഡിയോകൾ പറയുന്നത് എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് അല്ലേ. പക്ഷേ ഇതിൽ വളരെ കുറച്ചേ നമ്മൾ പറയാറുള്ളൂ എവിടെ എപ്പോൾ പിൻവലിക്കണം, എങ്ങനെ പിൻവലിക്കണം എന്നുള്ളത്. അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് നമ്മുടെ രാജുമോൻ വന്നിട്ടുണ്ടായിരുന്നു. രാജുമോൻ എന്നോട് ചോദിച്ചു, രാജുമോൻ എന്താ ചോദിച്ചത്? മറ്റേ ചോദ്യമല്ല, എൻ്റെ പേരെന്താണെന്നല്ല ചോദിച്ചത്, എപ്പോഴാണ് മ്യൂച്വൽ ഫണ്ട് ഞാൻ വിഡ്രോ ചെയ്തതെന്നാണ് ചോദിച്ചത്. ഞാൻ മ്യൂച്വൽ ഫണ്ട് വിഡ്രോ ചെയ്തിട്ടുള്ള 7 ഇൻസ്റ്റൻസുകൾ, 7 അവസ്ഥകളാണ് പറയുന്നത്. ഈ 7 അവസ്ഥകൾ വന്നാൽ നിങ്ങൾക്കും മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കാം. ഞാൻ ഏകദേശം ഒരു 16-17 വർഷമായി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പണം പിൻവലിക്കാറുണ്ട്. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം. അതായത് ഇപ്പോൾ ഞാനൊരു 2013 ഞാൻ കാറ് വാങ്ങാനായിട്ട് പോയപ്പോൾ ആ കാറ് വാങ്ങുന്നതിനായിട്ട് ഞാനൊരു തൊട്ട് മുമ്പുള്ള ഒരു 3 വർഷം ഞാൻ സ്വരൂപിച്ച് വെച്ചിട്ടുള്ള പൈസ വിഡ്രോ ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു തുടക്കത്തിലുള്ള ഒരു പകുതിയോളം എമൗണ്ട് ഞാൻ പേ ചെയ്തത്. അത് ആണ് എൻ്റെ ഒരു വിഡ്രോവൽ. അതായത് ഒരു ഗോള് അച്ചീവ് ചെയ്ത സമയത്ത് നമ്മൾക്ക് ആ ഗോളിന് വേണ്ടിയിട്ട് നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പൈസ റീഡീം ചെയ്യാം. രണ്ടാമത്തേത്, കൺസിസ്റ്റൻ്റായിട്ട് തുടർച്ചയായിട്ട് ഒരു ഫണ്ട് മോശമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ. എനിക്കൊരു ഫണ്ട് ഉണ്ടായിരുന്നു. ആ ഒരു ഫണ്ട് ഞാനിതിൻ്റെ തുടക്കകാലത്താണ് അത്തരം ഒരു ഫണ്ടിൽ ചേർന്നത്. ആ ഫണ്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആ ഫണ്ട് ഒരു IPO രീതി സ്റ്റാർട്ട് ചെയ്തൊരു ഫണ്ടായിരുന്നു. ആ ഫണ്ട് ഒരു 4-5 വർഷം ഞാൻ ഹോൾഡ് ചെയ്തു. കാര്യമായിട്ടുള്ള ഗുണമൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ, അത് കൺസിസ്റ്റൻ്റായിട്ട് മോശമായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. അപ്പം നിങ്ങളും ഒരു ഫണ്ട് ചൂസ് ചെയ്തിട്ട് അത് തുടർച്ചയായിട്ട് മോശമായിട്ട് വരികയാണ്, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് മോശമായിട്ട് പെർഫോം ചെയ്യുകയാണെന്ന് കാണുകയാണെന്നെങ്കിൽ നിങ്ങൾക്കും അതുപോലെ ചെയ്യാം. പക്ഷേ എപ്പോഴും ഒരു വർഷം കഴിഞ്ഞാലൊന്നും അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. ചുരുങ്ങിയതൊരു 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 വർഷമൊക്കെ അത് തുടർച്ചയായിട്ട് മോശമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം ഒരു തീരുമാനം എടുക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ എങ്ങനെയാണിത് മോശമായിട്ടാണോ പെർഫോം ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതിന് നിങ്ങൾ ഇതിൻ്റെ റിട്ടേൺ കമ്പയർ ചെയ്യണം. റിട്ടേൺ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുക? നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് അതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യണം. അതായത് ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ടാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്, ഒരു മിഡ് ക്യാപ്പ് ഫണ്ടാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സ്, ലാർജ് ക്യാപ്പ് ഫണ്ടാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി, അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡെക്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഫണ്ട് ആസ്പദമാക്കിയിട്ടുള്ള മറ്റൊരു സെറ്റ് ഓഫ് കമ്പനികളുടെ കൂട്ടത്തിനെയാണ് ഈ ബെഞ്ച് മാർക്ക് എന്ന് പറയുക. ആ ബെഞ്ച് മാർക്കിനേക്കാൾ സ്ഥിരമായിട്ട് താഴെയായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഫണ്ട് തുറന്നു കൊണ്ടുപോകുന്നത് വലിയ ബുദ്ധിപരമായിട്ടുള്ള ഇതൊന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മളതൊന്ന് നോക്കിയിട്ട് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറുക, മറ്റൊരു 6 മാസം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പൈസ പിൻവലിക്കുക എന്നുള്ള രീതി നന്നായിരിക്കും. അങ്ങനെ ഞാനൊരു ഫണ്ടിൽ ചെയ്തിട്ടുണ്ട്. ഈ ഫണ്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനായിട്ട് മറ്റുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കാറ്റഗറി ആവറേജ് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ സ്മോൾ ക്യാപ്പ് ഫണ്ടിൻ്റെ കാറ്റഗറി ആവറേജ് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കാറ്റഗറി ആവറേജ് ആയിട്ടുള്ള ഒരു ചാർട്ടൊക്കെ കിട്ടും. ആ ചാർട്ടിന് അനുസരിച്ച് ഉള്ള ഒരു ഗ്രോത്ത് ഈ ഫണ്ട് തന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ്ക് റുപ്പിമംഗ് സർവീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു റെഗുലർ ആയിട്ടുള്ള ഫണ്ടിലല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ഫണ്ടിലാണ്. റെഗുലർ ആയിട്ടുള്ള ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ റീഡീം ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ മറ്റൊരു റിഡംഷൻ അല്ലെങ്കിൽ ഞാൻ എക്സിറ്റ് ആയിട്ടുള്ളത്. 2013 ഈ ഡയറക്റ്റ് ഫണ്ടുകൾ വന്നത്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഫണ്ടുകളെല്ലാം തന്നെ റെഗുലർ ഫണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് കമ്മീഷൻ കൊടുക്കുന്ന തരത്തിലുള്ള ഫണ്ടായിരുന്നു. അതിൽ നിന്ന് ഒഴിവാകുന്നതിനായിട്ട് അത്തരം ഫണ്ടുകൾ ഞാൻ റീഡീം ചെയ്തിട്ട് ഡയറക്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ് എൻ്റെ
മൂന്നാമത്തെ സ്വിച്ച്. ഡയറക്റ്റും റെഗുലറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡയറക്റ്റ് ഫണ്ടുകൾ എന്തുമാത്രം കൂടുതൽ ലാഭം തരും എന്നുള്ളതിനൊക്കെ പറ്റി നമ്മൾ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ പോർട്ട്ഫോളിയോ റീബാലൻസിങ് ആണ്. നമ്മളുടെ മൊത്തത്തിൽ ഓരോ ഗോളിലും ഒരു ഡെറ്റ് ആയിട്ടുള്ള കോമ്പണൻറ്റ് വേണം, ഇക്വിറ്റി ആയിട്ടുള്ള കോമ്പണൻറ്റ് വേണം. അതായത് സ്ഥിര വരുമാനം തരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം, അല്ലെങ്കിൽ വലിയ ലാഭം തരുന്ന ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അതിന് ഒരു പ്രപ്പോർഷനും നമ്മൾ നിശ്ചയിക്കാറുണ്ട്. പ്രപ്പോർഷൻ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 70% ഇക്വിറ്റി, 30% ഡെറ്റ്, അങ്ങനെയുള്ള ഒരു പ്രപ്പോർഷൻ ചില ഗോളുകൾക്ക് ഉണ്ടാവാം. ചില ഗോളുകൾക്ക് 50% ഇക്വിറ്റി, 50% ഡെറ്റ് എന്നുള്ള പ്രപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ ആ പ്രപ്പോർഷൻ ചില സമയത്ത് മാറിപ്പോവും അല്ലേ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു തോത് വ്യത്യാസപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രപ്പോർഷനും മാറും. അതോടൊപ്പം തന്നെ ഈ ഇക്വിറ്റി വളരെയധികം വളർന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞൊരു വർഷമൊക്കെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഏകദേശം 100% നേട്ടം തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? നമ്മളുടെ 100 രൂപ ഡെറ്റിൽ കിടക്കുന്ന 100 രൂപ 106 ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നമ്മളുടെ ഇക്വിറ്റിയിലുള്ള 100 രൂപ 200 ആയിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മളുടെ ടോട്ടലായിട്ടുള്ള 200 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായി? 306 മാറി. 306-ൽ 106 മാത്രമേ ഡെറ്റിലുള്ളൂ, ബാക്കി 200 എവിടെയാണ്? ഇക്വിറ്റിയിലാണല്ലേ. അതായത് അപ്പോൾ 66% എവിടെയാണ്? ഇക്വിറ്റിയിലാണ്. 34% മാത്രമേ എവിടെയുള്ളൂ? ഡെറ്റിലുള്ളൂ. അപ്പോൾ അതൊരു ഇംബാലൻസ് ആണല്ലേ. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്? 50-50 എന്നുള്ള പ്രപ്പോർഷനിൽ പോകണമെന്നായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ 34-66 ആയി മാറി. അങ്ങനെ ഒരു ഇംബാലൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്നതിനെയാണെന്ന് പറയാം പോർട്ട്ഫോളിയോ റീബാലൻസിങ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ 100 ഇട്ട് തുടങ്ങി, ഒരു വർഷം കഴിഞ്ഞപ്പോൾ 200 106 മാറിയപ്പോൾ അതിനെ നമ്മൾ തിരിച്ച് എത്രയാക്കണം? 153 ആക്കണം അല്ലേ. എന്നാലല്ലേ ബാലൻസ് വരുള്ളൂ. അപ്പോൾ 153 ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 200-ൽ നിന്ന് 47 എടുത്തിട്ട് ഡെറ്റ് ഫണ്ടിലേക്ക് ഇടണം. അപ്പോൾ 153 ആയും അല്ലേ. 100-ൽ നിന്ന് 47 കുറച്ചാൽ 153, 106-നോട് കൂടി 47 കൂട്ടിയാൽ 153. അപ്പോൾ രണ്ടും ബാലൻസ് ആയി അല്ലേ. 50-50 പ്രപ്പോർഷനായി. അപ്പോൾ നമ്മൾ തുടങ്ങിയ പ്രപ്പോർഷൻ 100-100, ഇപ്പോഴത്തെ പ്രപ്പോർഷൻ 153. അപ്പോൾ രണ്ടും 50-50% ആയി അല്ലേ. അതിനെയാണ് പോർട്ട്ഫോളിയോ റീബാലൻസിങ് എന്ന് പറയുക. കൺഫ്യൂഷൻ ഉള്ളവർ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അടുത്തൊരു കാര്യം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഒരു ടാക്സ് ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളുടെ ടാക്സുകളെ പറ്റിയിട്ട് ഞാൻ ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ലാഭത്തിന് ഒരു വർഷം നമ്മൾക്ക് 1 ലക്ഷം രൂപ ടാക്സ് കൊടുക്കാതെ ലാഭം എടുക്കാനായിട്ട് സാധിക്കും. 1 ലക്ഷത്തിൽ കൂടുതലുള്ള എമൗണ്ടിന് 10% ടാക്സ് കൊടുക്കണം. അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഉള്ളൊരു ലാഭം നമ്മൾക്ക് ഓരോ വർഷവും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് തുടരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓരോ വർഷവും 1 ലക്ഷം രൂപ വെച്ച് ലാഭം എടുത്ത് റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനും ഞാൻ ചെയ്യാറുണ്ട്. ചില ഫണ്ടുകൾ നമ്മൾ അങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു വർഷം കഴിഞ്ഞപ്പോൾ 6 ലക്ഷമായി. ആ 6 ലക്ഷം രൂപ വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ 7 ലക്ഷമായി മാറിയെങ്കിൽ, ആ രണ്ടാമത്തെ വർഷം നമ്മൾ പിൻവലിക്കുമ്പോൾ നമ്മൾക്ക് 1 ലക്ഷത്തിന് മാത്രമേ ടാക്സ് ആനുകൂല്യം കിട്ടുള്ളൂ. രണ്ടാമത്തെ 1 ലക്ഷത്തിന് ടാക്സ് ആനുകൂല്യം കിട്ടില്ല. അതിന് നമ്മൾ 10% ടാക്സ്, അതായത് 10,000 രൂപ നമ്മൾ ടാക്സ് കൊടുക്കണം. അതേസമയം തന്നെ ആദ്യത്തെ വർഷം നമുക്ക് 5 ലക്ഷം ഇട്ടിട്ട് 6 ലക്ഷമായി മാറിയപ്പോൾ തന്നെ നമ്മൾ ഈ പൈസ മൊത്തത്തിൽ ഡ്രോ ചെയ്തിട്ട് വീണ്ടും അതേ ഫണ്ടിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ 1 ലക്ഷം രൂപ നമ്മൾക്ക് ലാഭം കിട്ടിയത് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്തു. ആ ലാഭം കിട്ടിയതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഒരു വർഷം ഒരാൾക്ക് 1 ലക്ഷം രൂപ ടാക്സ് ഇല്ലാതെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 6 ലക്ഷം രൂപ വീണ്ടും ആ ഫണ്ടിൽ ഇൻവെസ്റ്റഡ് ആയി. പിന്നത്തെ വർഷം നമ്മൾക്ക് ആ 6 ലക്ഷം രൂപ 7 ലക്ഷമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് 1 ലക്ഷം രൂപ ലാഭം കിട്ടിയത് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ വീണ്ടും ടാക്സ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എത്ര രൂപ ടാക്സ് ലാഭിച്ചു? 10,000 രൂപ ടാക്സ് ലാഭിച്ചു. അങ്ങനെ പ്രോഫിറ്റ് ബുക്കിംഗ്, ടാക്സ് ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിനായിട്ടും ഞാനിത് മ്യൂച്വൽ ഫണ്ട്സ് റീഡീം ചെയ്യാറുണ്ട്. അടുത്തായിട്ട് നമ്മൾ റീഡീം ചെയ്യാറുള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ
അതേസമയം തന്നെ നമുക്കൊരു അടുത്തൊരു 6 മാസത്തിൽ 20,000 രൂപ വെച്ച് എനിക്ക് പണത്തിന് ആവശ്യമുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ വഴിയോ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴിയോ ഞാൻ ഈ പണം പിൻവലിക്കാറുണ്ട്. അത് ചില പ്രത്യേക ആവശ്യങ്ങൾ നമുക്ക് ഓരോ മാസവും ചിലപ്പോൾ അടുത്ത 6 മാസം നമുക്കൊരു പ്രത്യേക കാര്യത്തിനായിട്ട് പൈസ വേണം. അങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഫണ്ടുകൾ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫറും അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവലോ വഴി നമ്മൾ ചെയ്യാറുണ്ട്. ഇത് മറ്റൊരു കാര്യത്തിന് നമ്മൾ വിഡ്രോ ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടിയെന്ന് കരുതുക. ഒരു ബോണസൊക്കെ ആയിട്ട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതൊരു ഡെറ്റായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലിടും. അതിൽ നിന്ന് STP വഴി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇക്വിറ്റി ഫണ്ടിലേക്ക് മാറ്റും. STP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. അത് വളരെ നല്ലൊരു മെത്തേഡാണ്. അതേപോലെ തന്നെ ഈ STP ചെയ്യാനായിട്ട് പറ്റുക സെയിം മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഫണ്ടുകളിൽ മാത്രമേ STP ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വ്യത്യസ്ത മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ഫണ്ടിലേക്കാണ് നമുക്ക് പൈസ ഇടേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനാണ് ചെയ്യേണ്ടത്. അതായത് എനിക്ക് ഒരു ലംസമായിട്ടുള്ളൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതെന്ത് ചെയ്യും, അത് ഒരു ഡെറ്റായിട്ടുള്ള ഫണ്ടിൽ, ഒരു ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് അതേ ഫണ്ട് കമ്പനിയുടെ ഒരു ഇക്വിറ്റി ഫണ്ടിൽ നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ STP സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യും. ഇനി മറ്റൊരു ഫണ്ട് കമ്പനിയുടെ നല്ലൊരു ഇക്വിറ്റി ഫണ്ടിലാണ് നിക്ഷേപിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഡെറ്റ് ഫണ്ടിൽ നിന്ന് SWP ചെയ്തിട്ട് മറ്റേ ഇക്വിറ്റി ഫണ്ടിൽ ഒരു SIP ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അടുത്തൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് മാറുന്ന സമയത്ത് നമ്മൾ ചില ഫണ്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നാൾ മുൻപ് ICICIയുടെ മൾട്ടി അസറ്റ് എന്ന് പറഞ്ഞൊരു ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ആ ഇടയ്ക്കാണ് ഈ മൾട്ടി അസറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, അത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒബ്ജക്റ്റീവ്, ആ ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് എന്നുള്ളതിനാണ് പറയുക ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുക. എല്ലാ ഫണ്ടിനും ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവും നിങ്ങളുടെ ഒബ്ജക്റ്റീവും സെയിം ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആസ്ക് റിപ്പീമിംഗ് സർവീസിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ICICIയുടെ ആ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് മാറി എന്നവർ നമ്മൾ അനൗൺസ് ചെയ്തു. ആ ഒബ്ജക്റ്റീവ് എനിക്ക് അത്ര സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഫണ്ടിൽ നിന്ന് മൊത്തം പൈസ വിഡ്രോ ചെയ്തിട്ട് മറ്റൊരു ഫണ്ടിൽ ഇടുകയാണ് ചെയ്തത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉദ്ദേശങ്ങളും ഈ ഫണ്ടിൻ്റെ ഉദ്ദേശവും തമ്മിൽ ഒരേപോലെ ആകുമ്പോഴാണ് നമ്മൾ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് വ്യത്യാസപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് വ്യത്യാസപ്പെടുകയാണ്, നമ്മുടെ ഒബ്ജക്റ്റീവ് സെയിം ആണെന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആ ഫണ്ടിൽ നിന്ന് പിന്മാറുന്നതാണ് ഗുണം. അങ്ങനെ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് മാറുമ്പോൾ ഈ ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനി നമ്മൾക്ക് ഒരു ഫ്രീ ആയിട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ തരും. അത് ഉപയോഗിച്ച് അതിലപ്പോൾ നമുക്ക് എക്സിറ്റിലോടോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും വരില്ല. മറ്റൊരിക്കൽ ഞാൻ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു ഫണ്ട് മാനേജർ മാറിയപ്പോൾ ഞാൻ ഒരു ഫണ്ട് റീഡീം ചെയ്തിട്ടുണ്ട്. ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പ്രധാനപ്പെട്ട ഒരു ഫണ്ട് മാനേജറും അദ്ദേഹത്തിൻ്റെ സഹായികളും കൂടെയാണ് ഈ മ്യൂച്വൽ ഫണ്ടിലുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നതും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും റീഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഫണ്ട് മാനേജറുടെ ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതിന് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ഫണ്ട് മാനേജർ മാറി, ആ സ്പെസിഫിക് ഫണ്ട് മാനേജർ മാറി എന്ന് മനസ്സിലായപ്പോൾ ഞാൻ കുറച്ച് കാലം കൂടെ ആ ഫണ്ട് ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ ആ മുൻപുണ്ടായിരുന്ന ഫണ്ട് മാനേജർ തന്നിട്ടുള്ള ആ ഒരു നേട്ടം അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി ഈ ഫണ്ടിന് തുടർന്ന് തരാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ആ ഫണ്ടിൽ മാറി. അപ്പോൾ അതും ഒരു കാരണമാവാം. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഫണ്ട് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫണ്ട് റീഡീം ചെയ്യുന്നതിന് നിങ്ങളുടെ കാരണങ്ങൾ ഞാൻ ഈ സൂചിപ്പിക്കാത്ത ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊന്ന് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞിട്ടുള്ള ആസ്ക് റിപ്പീമിംഗ് സർവീസിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.